പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഈ ഹക്ക്, നേർവഴി, സിറാത്തുൽ മുസ്തഖീം, ഒരേ ഒരു മാർഗം, അത് ജനങ്ങളെ പഠിപ്പിക്കുന്ന സലഫികളെ വിമർശിക്കുന്നതിന് വേണ്ടി കുറുക്കു വഴികൾ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുറുക്കു വഴി പഠിപ്പിച്ചിട്ട് അവസാനം നല്ല വഴി കാണിച്ചു കൊടുത്താൽ ഈ സമുദായം വരൂല. എന്താ വരാത്തത്? ഞങ്ങൾക്കൊക്കെ ഷോർട്ട് കട്ട് പഠിച്ചിട്ട് ഞങ്ങൾ എളുപ്പം രക്ഷപ്പെടണം. രക്ഷപ്പെടൂ? ഇല്ല. ദുനിയാവും നഷ്ടം, ആഖിറവും നഷ്ടം. ഒരു ഖബർ സിയാറത്തിന്റെ കഥയെ പറഞ്ഞത്, ആദ്യം സുന്നത്താണ്, ആ സുന്നത്തിനെ അട്ടിമറിച്ച് ബിദ്അത്തായി. ആ ബിദ്അത്തിലേക്ക് ചെന്നപ്പോഴോ ബിദ്അത്തിലൂടെ ശിർക്കിലേക്ക്. ഖബർ സിയാറത്ത് എന്ന സുന്നത്തിന്റെ മറവിൽ അത് ബിദ്അത്താക്കി അട്ടിമറിച്ചു. എന്നിട്ടോ ആ ബിദ്അത്ത് ടൂർ നടത്തി. അപ്പൊ ബിദ്അത്തിന്റെ കുറ്റം എവിടേക്കാണ്? കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. നരകത്തിലേക്കാണ് എല്ലാ ബിദ്അത്തുകളും കടന്നു പോകുന്നത്. ഇനിയോ ആ ഖബറുകൾ, ആ ഖബറാളിയോട് ചെന്നിട്ട് നേർക്ക് നേരെ ദുആ ഇരക്കുകയാണ്. ബിദ്അത്തിൽ നിന്ന് നേരെ ശിർക്കിലേക്ക് കടന്നു പോവുകയാണ്. ശിർക്ക് എവിടേക്കാ മനുഷ്യനെ കൊണ്ടുപോണത്? നരകത്തിലേക്കാണ്. ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാ അമലും ബാത്തിലാകും, നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന വിശുദ്ധ ഖുർആൻ. ഓക്കെ, ഞങ്ങൾ ഒരു ബിദ്അത്തിന്റെ കഥയുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ബിദ്അത്ത്. ആ ബിദ്അത്ത് ഇസ്ലാമിലെ ഏറ്റവും നല്ലൊരു പുണ്യകർമ്മമാണ്. ഞാൻ പറഞ്ഞത് ബിദ്അത്തിലൂടെ ശിർക്കിലേക്ക് കടന്നു പോകുന്നതിന് ചില ഉദാഹരണം. ഇതിങ്ങനെ ഇടകലർത്തുന്നുണ്ടോന്നും വിചാരിക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളോട് എന്താ പറയൂ? ഞങ്ങളെ വാപ്പാന്റെ മാർഗത്തിൽ, ഞങ്ങളെ വല്യപ്പാന്റെ മാർഗത്തിൽ, ഞങ്ങളുടെ പഴയ തലമുറയായി കൊണ്ടുവരുന്ന മാർഗത്തിലാണ്. കേട്ടാൽ തോന്നി നമ്മളെ തലമുറ ഇങ്ങനെ പോയ നേരെ സ്വഹാബികളിലേക്ക് എത്താം. നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നില്ലേ? ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. നമ്മത് മനസ്സിലാകാതെ പോരുത്. നമ്മളെ തലമുറ എങ്ങോട്ടാ പോണത്? ഞാൻ മുസ്ലിം, എൻ്റെ വാപ്പ ഈ പറഞ്ഞ മുസ്ലിം, വാപ്പാന്റെ വാപ്പ മുസ്ലിം, വാപ്പാന്റെ വാപ്പ മുസ്ലിം, പിന്നെ അങ്ങോട്ട് അറിയില്ല. കുറച്ചുകൂടി പോയാൽ അറിയില്ല. ഞാൻ പോയി നോക്കി നിങ്ങളൊരു 8 10 തലമുറ. അപ്പൊ ആരാ? ഞാനും എൻ്റെ അപ്പുറത്തെ ഗോപാലകൃഷ്ണനും, ഞങ്ങൾ രണ്ടാളും കാലങ്ങളായിട്ട് ഇവിടെ താമസം. ഞങ്ങളെ രണ്ടാളി നസബ്, വംശപരമ്പര പരിശോധിച്ചാലേ ഞങ്ങളെ രണ്ടാളി അച്ഛനൊന്നാവും വല്യപ്പ. കാരണം എന്താ? ഞങ്ങൾ മദീനത്ത് നേരെ സ്വഹാബികളെ അനന്തരാവകാശികളായി വന്നവരല്ല. ഞങ്ങളിവിടെ മുമ്പ് ഹിന്ദുവായിരുന്നു, ഞങ്ങൾ മതം മാറിയതാണ്. ഒരാൾ മുസ്ലിമായി, മറ്റൊരാൾ അങ്ങനെ തന്നെ നിന്നു, വേറൊരാൾ ക്രിസ്ത്യാനിയായി. ഖലാസ് ഉള്ളൂ. DNA പരിശോധിച്ച ഒന്നായിരിക്കും ഇതൊക്കെ. എന്നിട്ടാണ് ഇവിടെ തല്ലുണ്ടാക്കുന്നത്. കുടുംബക്കാരപ്പത്, അല്ലെങ്കിൽ തന്നെ കുടുംബക്കാർ ആദമിന്റെ മക്കളാണല്ലോ. ആലോചിച്ച് സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ പാരമ്പര്യം അങ്ങോട്ട് പോയാ എവിടേക്കാ പോവാ? ഇസ്ലാമിലേക്കല്ല. ഇനി നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് ഇസ്ലാമിലെ പാരമ്പര്യം ഇവിടെ നിന്ന് അങ്ങോട്ടല്ല. ഞാൻ, എൻ്റെ വാപ്പ, എൻ്റെ വല്യപ്പ, എൻ്റെ വല്യപ്പാൻ്റെ അപ്പ, എൻ്റെ വല്യപ്പാൻ്റെ വാപ്പ, അങ്ങോട്ടല്ല. ഇസ്ലാമിലെ പാരമ്പര്യം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സ്വഹാബത്താണ് റിദ്വാനുല്ലാഹി അലൈഹിം, പിന്നെ താബിഈങ്ങളാണ്, പിന്നെ തബഉൽ തബായികളാണ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇസ്ലാമിലെ പാരമ്പര്യമുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. എന്റെ വെപ്പാന്റെ ഒപ്പി എന്ത് ചെയ്തു എന്നല്ല, അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു, സ്വഹാബത്ത് എന്ത് ചെയ്തു, താബീങ്ങൾ എന്ത് ചെയ്തു, തബഉൽ തബായികൾ എന്ത് ചെയ്തു, മദ്ഹബിന്റെ മഹത്തുക്കളായ ഉലമാക്കൾ എന്ത് പഠിപ്പിച്ചു, മറ്റു മഹാപണ്ഡിതന്മാര് എന്ത് പഠിപ്പിച്ചു. അവിടുന്ന് ഇങ്ങട്ടാ ദീന്, ഇവിടുന്ന് അങ്ങട്ടല്ല. ഇതാ പ്രശ്നം. നമ്മൾ ഇവിടുന്ന് അങ്ങട്ടാ പോയത്, വരേണ്ടത് അവിടുന്ന് ഇങ്ങട്ടാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ചിലതിൻ്റെ എന്തറിയോ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാര്യമായ ഒരു വരുമാന മാർഗമായി മാറിയിട്ടുണ്ട്. എന്തറിയോ? ഹബീബായ റസൂലിന്റെ പേരുള്ള സ്വലാത്ത്. സ്വലാത്ത് എന്നൊരു കച്ചവടം. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച എനിക്കൊരു വിഷയം തന്നെ സ്വലാത്ത് മാത്രം. തൊട്ടടുത്തൊരു സ്വലാത്ത് നഗറുണ്ട്. എന്താണ് നമ്മൾ ഈ വിഷയം പറയുമ്പോ വരുന്ന പറയൂ? പാരമ്പര്യം, താവഴി, ഞങ്ങളെ വാപ്പ. പക്ഷെ ഇതിലതും പറയാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അല്ലാഹു നമ്മോട് കൽപ്പിച്ചതാണ്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹു പറയാണ്,
ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഈ സ്വലാത്ത് നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നാണ്. ആ സ്വലാത്തിന് നബി തിരുമേനി ഒരു ദിവസം നിശ്ചയിച്ചു തന്നു. ഇതാണ് ദിവസം. നബിയുടെ പേരിൽ പ്രത്യേകം സ്വലാത്ത് ചൊല്ലാനായി അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം നിശ്ചയിച്ചു തരികയാണ്. എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി. ഏതാ ദിവസം അറിയോ? യൗമുൽ ജുമുഅയുടെ പകലിൽ, വെള്ളിയാഴ്ച പകലിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ടേ. പിന്നൊരു ദിവസം നബി വേറെ എവിടെയും പഠിപ്പിക്കണല്ല. എന്നാൽ വെള്ളിയാഴ്ച രാവ്, ഞായറാഴ്ച രാവ്, ആഴ്ച സ്വലാത്ത്, ഏത് വെള്ളിയാഴ്ചന്റെ പകലല്ല, മാസ സ്വലാത്ത്, 3 മാസത്തെ സ്വലാത്ത്, 6 മാസം കൂടുമ്പോ സ്വലാത്ത്, വാർഷികം. ഇപ്പൊ പോയി എങ്ങനെ വെച്ചാല് ഈ വാർഷികങ്ങളൊക്കെ പാടെ മുട്ടാതിരിക്കാൻ വേണ്ടി 17 തുടങ്ങുകയാണ് സ്വലാത്ത്. ഇനി അവസാനത്തേക്ക് എത്തുമ്പോ നമ്മുടെ ബഹുമാന്യനായ ഉസ്താദിന്റെ ടീം 21 രാവിലെ ഒരു സ്വലാത്ത്, 23 വേറൊരുത്ത സ്വലാത്ത്, 25 കാസർഗോഡ് ബായാർ സ്വലാത്ത്, 27 മുട്ടിപ്പടി കോണോമ്പാറ സ്വലാത്ത്. അങ്ങനെ സ്വലാത്തിന്റെ ഒരു പരമ്പര. മറ്റേ ഗ്രൂപ്പ് ഇപ്പുറത്ത് വേറെ ഗ്രൂപ്പ്, അവർക്കും അതേപോലെ തന്നെ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ സ്വലാത്ത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഒരു 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, ഒരു 30 കൊല്ലം മുമ്പ് എവിടെ ഈ സ്വലാത്ത് നഗർ ഉണ്ടായിരുന്നത്? ആരാ ഈ സ്വലാത്ത് നഗർ ഉണ്ടാക്കിയത്? ആരുണ്ടാക്കിയത്? മരണപ്പെട്ടു പോയ മാനു മുസ്ലിയാർ. ഈ കെ സമസ്തയിലെ മാനു മുസ്ലിയാർ പോലും പറയുന്നത് ഇത് വെറും ഒരു ബിസിനസ് ആണെന്നാണ്. ഇത് വെറും ഗ്രൂപ്പ് വളർത്താൻ കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ്, പൈസ ഉണ്ടാക്കുന്ന പരിപാടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. സ്വലാത്ത് ചൊല്ലി 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 അവസാനം സ്കൂൾ ഉണ്ടാകാം, കറാമത്താണ്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കോളേജ് ഉണ്ടാകാം, സ്വലാത്ത് ചൊല്ലി ചൊല്ലി വലിയ വലിയ അക്കാദമിക തലങ്ങൾ ഉണ്ടാക്കാം, സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹോസ്പിറ്റൽ ഉണ്ടാകാം. എന്താ നമ്മൾ ഇത്ര കാലം നിസ്കരിച്ചിട്ട് നമുക്കൊരു സ്കൂൾ പോലും ഉണ്ടാകാത്തത്? ഇത്ര കാലം നമ്മൾ നിസ്കരിക്കണത് ജമാഅത്തായിട്ടല്ലേ നിസ്കരിക്കണത്? ജമാഅത്തായിട്ട് പള്ളിയിൽ എത്ര കൊല്ലായി നിസ്കരിക്കണത്? എന്തായാലും സ്കൂൾ പോലും ഇല്ലാത്തത്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞെന്തറിയോ, എന്റെ കൂടെ അക്യുപഞ്ചറിന് പഠിക്കേണ്ട ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇസ്ലാമിൽ ജമാഅത്തായി ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്വലാത്ത് ജമാഅത്തായി ചെയ്യണത്. അപ്പൊ ഈ രണ്ടിനും ഫായിദ കിട്ടണ്ടേ? സ്വലാത്ത് ജമാഅത്തായി ചൊല്ലാൻ തുടങ്ങിയപ്പോ സ്വലാത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് സ്കൂളുണ്ടായി, കോളേജ് ഉണ്ടായി, സ്ഥാപനങ്ങൾ ഉണ്ടായി, ജംഗമ വസ്തുക്കൾ ഉണ്ടായി, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായി, വലിയ വലിയ കാറുകൾ ഉണ്ടായി. എന്നാ എത്ര കാലായി പള്ളിയിൽ ഇമാമത്തിന് നേതൃത്വം കൊടുക്കണ ഓനെപ്പോഴും 10,000 ഉറുപ്പ്യം 3 നേരത്തെ ചെലവും വേറൊന്നുമില്ല. അത് ജമാഅത്തല്ലേ? എന്തേ അവിടെ ഉണ്ടാകാത്തത്? അത് ഇബാദത്താണ്. സ്വലാത്ത് ഇബാദത്താണ്. ആ ഇബാദത്തിന് പണം ഉണ്ടാകൂല, ആ ഇബാദത്ത് വിറ്റിട്ട് കാശുണ്ടാക്കാൻ പറ്റൂല. ആ ഇബാദത്തിനൊരു ദിവസം നിശ്ചയിച്ചിട്ട് ആ ദിവസത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ഭക്ഷണം വിളംബരം ചെയ്തിട്ട്, അവിടെ ഭക്ഷണം വിളമ്പിയിട്ട്, അവിടെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടിയെ കൊടുക്കുന്ന സ്വലാത്താണ്. കാല് മുറിഞ്ഞു പോയവന്റെ കാല് നേരെയാക്കുന്ന സ്വലാത്താണ്. ചെവിക്ക് കേൾവിയില്ലാത്തവന് ചെവി കൊടുക്കുന്ന സ്വലാത്താണ്. കണ്ണിന് കാഴ്ച ശക്തി നൽകാത്തവന്, കണ്ണിന് കാഴ്ച ശക്തി ഇല്ലാത്തവന് കാഴ്ച ശക്തി കിട്ടുന്ന സ്വലാത്താണ്. ഇതെല്ലാം പേരില. അപ്പൊ അപ്പുറത്തൊരു പറയുന്നത് തട്ടിപ്പാണ്, അപ്പുറത്തും പറയും ഇത് തട്ടിപ്പാണ്, അപ്പുറത്തും പറയും അതും തട്ടിപ്പാണ്. അങ്ങനെ ഇട്ട അടുപ്പിന്റെ കല്ലിട്ട മാതിരി 3ഉം തട്ടിപ്പാണ്. അല്ലേ? മനസ്സിലാവുക? എല്ലാം തട്ടിപ്പ്, കരികിട. നിങ്ങളുടെ ഒരു സ്വലാത്ത് നഗർ, അവിടെ ഒരു പെട്ടി. എന്തിനാ? പൈസ ഇടാൻ. ഇബാദത്ത് എടുക്കാൻ തന്നെ കൂട്ടൊരു പൈസ, പള്ളി ഉണ്ടാക്കാൻ പൈസ വേണം. ശരിയാണ്, അത് അള്ളാഹ് പറഞ്ഞതാ, അള്ളാഹ് പഠിപ്പിച്ചാണ്. ഒരു പള്ളി ഉണ്ടാക്കണോ, ഒരു ചെറിയ പള്ളിയെങ്കിലും നമ്മൾ ഉണ്ടാക്കണോ, നമ്മളെ വീട്ടിലെങ്കിലും ഉണ്ടാക്കണോ. ഒരു പള്ളി നല്ലതാണ്, സ്വർഗത്തിൽ പള്ളി കിട്ടും, കൂലിയിട്ടണ കാര്യ. സ്വലാത്ത് നഗർ എന്നൊരു സ്ഥലങ്ങൾ ഉണ്ടാക്കണോ? ഒരു ഹദീസ്. സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടൊരു സ്ഥലം ഉണ്ടാക്കണം, ഒരു അഥർ. സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞൊരു പ്രദേശങ്ങൾ ഉണ്ടാക്കണം, ഒരു ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഉലമാക്കളുടെ ഒരു ഖൗൽ. ലാ യൗമുൽ ഖിയാമ ഉണ്ടാവില്ല. ബിസിനസ്. പുണ്യകരമായ ഇബാദത്തായ സ്വലാത്തിനെ തട്ടിപ്പിന്റെ കേന്ദ്രമാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരു സ്വലാത്തിന്റെ നഗറില്ല, ഇങ്ങനൊരു സ്വലാത്തിന്റെ പ്രത്യേകമായ ഒരു വാർഷികമില്ല, ഒരു മാമാങ്കല്ല. എന്നാ സ്വലാത്തുണ്ടത് അള്ളാഹ് പഠിപ്പിച്ചതാണ്. അള്ളാഹ് പറഞ്ഞു സ്വലാത്ത് ചൊല്ലണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ.
കാരണം അതെന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? അല്ലാഹു അഅലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു അയാളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ നബി പറയാണ്, എൻ്റെ പേര് കേട്ടിട്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ റഗിമ അൻഫു റജുലിൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, അയാൾ നിന്ദ്യനായി പോട്ടെ, നിന്ദ്യനായി പോട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പേര് കേട്ടിട്ട് ഒരു സ്വലാത്ത്, എൻ്റെ പേര് കേട്ടിട്ട് അയാൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അൽ ബഖീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണടോ ബഖീൽ? ആരാണ് പിശുക്കൻ? ആരാണ് പിശുക്കൻ? ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാ സ്വലാത്തിന്റെ ഫളല്, എത്രയാ സ്വലാത്തിന്റെ ഫവായിദുകൾ. പ്രിയമുള്ളവരെ, ആ സ്വലാത്ത് ഇബാദത്താണ്. പക്ഷെ അതിന്റെ കോലം മാറ്റി, അതിനെ ബിദ്അത്താക്കി. എന്നിട്ടോ മുട്ടിപ്പടി കോണോമ്പാറ സ്വലാത്തിലേക്ക് ബിദ്അത്ത് നഗർ ഉണ്ടാക്കി. എല്ലാവരും ബിദ്അത്തിൽ. ഇനി ഞാൻ പറഞ്ഞതെന്നറിയോ? ബിദ്അത്തിലൂടെ ശിർക്കിലേക്ക്. അവിടെ ചെന്നിട്ട് എന്താ നേതൃത്വം കൊടുക്കുകയാണ്. എന്താണ്? തങ്ങളെ റഊഫായ തങ്ങളെ, റഹീമായ തങ്ങളെ, കാണുന്നില്ല തങ്ങളെ, കേൾക്കുന്നില്ല തങ്ങളെ, ഹാളറുള്ള തങ്ങളെ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ തങ്ങളെ, ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ. പേരെന്താ? സ്വലാത്ത് നഗർ. സ്വലാത്തെല്ലാം വന്നതാ, ബിദ്അത്ത് ഉണ്ടാക്കിയത്. ബിദ്അത്തിലൂടെ എങ്ങോട്ടാ പോണത്? നേർക്ക് നേരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടുന്നു, സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. എല്ലാ പ്രതിസന്ധികൾക്കും തണലായി അള്ളാഹുവിനെ പകരമാക്കി മുഹമ്മദ് നബിയെ കൊണ്ടുവരുന്നു. സ്വലാത്ത് എന്ന സുന്നത്തിനെ അട്ടിമറിച്ചിട്ട് ബിദ്അത്താക്കി. ആ ബിദ്അത്തിലൂടെ നരകത്തിലേക്ക്. രണ്ടാമതോ ആ ബിദ്അത്തിലൂടെ നേർക്കുനേരെ അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ, റസൂലിനോട് പാപമോചനം, റസൂലിനോട് ശരണം തേടൽ, റസൂലിന്റെ പേരിൽ അഭയം തേടൽ, റസൂലിന്റെ പേരിൽ നേർച്ചയർപ്പിക്കൽ, റസൂലിന്റെ പേരിൽ സത്യം ചെയ്യൽ. അതുവഴി നരകത്തിലേക്ക് കാലാകാലം കടന്നു പോകുന്ന ശിർക്കായി മാറുന്നു. ബിദ്അത്തുകളുടെ റൂട്ടാണ് മറിച്ച് വിട്ട നേരെ ശിർക്ക. ശിർക്കും നരകത്തിലേക്ക്, ബിദ്അത്തും നരകത്തിലേക്ക്. സുബ്ഹാന ജല്ല ജലാലു. ആലോചിക്ക് എത്ര. ഞാൻ ഓരോന്നെടുത്ത് പറയുന്നത് നമുക്ക് വിഷയങ്ങൾ മനസ്സിലാകാൻ ഉദാഹരണങ്ങൾ കുറച്ച് മതിയല്ലോ എന്ന നിലക്കാണ്. ഏകദേശം നമ്മുടെ സമയം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം കൂടി ആ വിഷയത്തിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ ഭാഗം വിടുക. അതേപോലെ തന്നെ ദിക്റും. ദിക്ർ, അദ്കാർ. ഫദ്കുറുനി അദ്കുറുക്കും വഷ്കുറൂലി വല തക്ഫുറൂൻ. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർക്കണം, ഞങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, നന്ദി കേട് കാണിക്കണം. ദിക്ർ ചൊല്ലണം. ആയിരക്കണക്കിന് ദിക്റുകൾ. നോക്കൂ, നിങ്ങൾ നമ്മുടെ മൊബൈലിൽ അദ്കാർ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അദ്കാർ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ അതിൽ വരുള്ളൂ. സ്വഹീഹ് ഹിസ്നുൽ മുസ്ലിമിന്റെ ഒരു ആപ്ലിക്കേഷൻ കിട്ടാണ്ട് പ്ലേ സ്റ്റോറിൽ അദ്കാർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. ഒരു നീല കട്ടയിട്ട് ഇങ്ങനെ കാണാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിഞ്ഞിട്ട്, പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. അത് ഷെയ്ഖ് അല്ലാമത്തു അൽ അൽബാനി റഹിമഹുല്ലാ സ്വീകാര്യോഗ്യമായ ഹദീസുകളാണ് എന്ന് ഉറപ്പുവരുത്തിയ പ്രാർത്ഥനകൾ മാത്രമേ അതിലുള്ളൂ. അതിൽ തന്നെ എത്ര പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ദിക്റിലാണ്, ദുആയിലാണ്. നബിയുടെ ഓരോ ഘട്ടങ്ങളും ദുആ ദിക്റിലാണ്. അതങ്ങനെ തന്നെ പകർത്തിയ സ്വഹാബത്തിന്റെ ദിവസങ്ങളും ആരംഭിക്കുന്നത് ദുആ ദിക്റിലാണ്.